ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. നമ്മൾ ആറാം പറഞ്ഞ ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. നമ്മൾ ഹീറോ പറഞ്ഞ കോളേജ് പഠിക്കുകയാണ്. നമ്മൾ ഹീറോ പറഞ്ഞ ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. നമ്മൾ ഹീറോ സീനിയറാണ്. ഹീറോ ഫോർമലായി ഡ്രസ് യൂസ് ചെയ്ത് ഹീറോ പറഞ്ഞ നല്ല കുറച്ച് ആറും റിച്ചാണ്. ഹീറോയ്ക്ക് ഹീറോ കോളേജിലിരുന്ന് സംസാരിക്കായിരുന്നു. ഫസ്റ്റ് സ്റ്റുഡൻസിൽ വരാൻ പോകുന്നതായിരുന്നു. ഹീറോയിൽ വേറൊരു ഗ്രൂപ്പുണ്ട്. അവർ റാങ്കിങ് ചെയ്യാം. ഹീറോയി പറഞ്ഞ സീനിയർ കൊണ്ടിട്ട് റാങ്കിങ് ചെയ്യാൻ പറ്റില്ല. അവർ സെക്കൻഡ് ഇയർ അതാണ്. ഹീറോയി ഫൈനൽ അങ്ങനെയിട്ട് ഹീറോയി ഭയങ്കര ഹാപ്പി ആയിട്ട് പറയായിരുന്നു. എന്നിട്ട് ഹീറോയിൻ്റെ ക്ലാസ്സിലുള്ള ബോയ്സിനെ റാങ്കിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആറാം പറയായിരുന്നു. ആറാം മണിക്കാണ്. പക്ഷെ ബോയ്സ് റാങ്കിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, പക്ഷേ പ്രിയ അങ്ങോട്ട് നോക്കി സീനിയേഴ്സ് എല്ലാം റാങ്കിങ് ചെയ്യാം എന്ന് പറയണേ. ഹീറോയെ നോക്കുമ്പോൾ അവിടെ സീനിയേഴ്സിൻ്റെ റാങ്കിങ് ചെയ്യായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു, ഇത് വിട്ടാൽ ശരിയാവില്ല. അങ്ങനെയായിട്ട് പറയായിരുന്നു, ജോൺ ജോൺ എന്ന് പറയുന്നു. സീനിയർ അയ്യോ സീനിയറാണോ? ജോൺ പറഞ്ഞ സെക്കൻഡ് ഹീറോയി ഫൈനൽ മാസ്റ്റർ ഡിഗ്രിയാണ് ഹീറോയി പഠിക്കുന്നത്. ഹീറോയി കേൾക്കുമ്പോൾ ഹീറോയി ഫൈനൽ മാസ്റ്റർ ഡിഗ്രിയാണ്, ബിസിനസ് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ഹീറോയി കേൾക്കാതെ എന്താ അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്. ഹീറോയി വളരെ ഷോക്കായിരുന്നു. അവൻ തെറിച്ചു ഓടിയായിരുന്നു ഹീറോയോട്. ആറാമത് കണ്ടിട്ട് ഹീറോയി ഇപ്പോൾ ഫൈനൽ ഇനി മാസ്റ്റർ ഡിഗ്രിയാണ് പഠിക്കാൻ പോകുന്നത്. ഹീറോയി ഇപ്പോൾ ഫൈനൽ ഇയറാണുള്ളത്. സോറി മറന്നുപോയി, ഫൈനൽ ഇയറാണ് ഹീറോയി ഉള്ളത്. സെക്കൻഡ് ഇയർ പറഞ്ഞപ്പോൾ റാങ്കിങ് ചെയ്ത് ആറാമത് കേൾക്കുന്ന പേരാണ് കിണ്ണഞ്ചുൻ. എന്നെ ആറാമത് വിളിക്കാം ക്യൂട്ടായിട്ട് പറയായിരുന്നു. ഹീറോയ്ക്ക് ആറാമത് കണ്ട് ഒറ്റ ഇഷ്ടപ്പെട്ടായിരുന്നു. ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോ ചിരിക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയി പോകാൻ തുടങ്ങിയായിരുന്നു. പ്രിയ ഞാൻ മാസ്റ്റർ ഡിഗ്രി പഠിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ മമ്മി പറഞ്ഞിട്ട് ഓർച്ച ചെയ്യാം, ഞാൻ മാസ്റ്റർ ഡിഗ്രി ഒന്നും പഠിക്കാൻ പോവാം എന്ന് ഹീറോയി പറയായിരുന്നു. ഞാനായിട്ട് വീട്ടിൽ പോയിട്ട് നോക്കും. ആറമ്മ നോക്കുമ്പോൾ ഹീറോ സൈറ്റ് അടിക്കുകയാണ്. എപ്പോൾ നോക്കും ഹീറോ ആറമ്മ നോക്കുമ്പോൾ ഒരുമാതിരി സൈറ്റ് അടിക്കുകയാണ്. ഹീറോയുടെ മനസ്സ് കളിക്കായിരുന്നു, എന്തടേ സൈറ്റ് അടിക്കുവാണോ അതെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോ ആറമ്മ നോക്കി ഒരു ലുക്ക് ഇട്ട് സ്മാർക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആറമ്മ കാണുമ്പോൾ ഹീറോയ്ക്ക് ഒരുമാതിരി ഫീലിങ്സ് വരായിരുന്നു. പറഞ്ഞാൽ ഹീറോയിൻ നിറയെ ഫേമസ്, ഭയങ്കര റിച്ചാണ്. ആറമ്മ അത്ര റിച്ചല്ല, കുറച്ച് റിച്ചാണ്. പിന്നെ ആറമ്മൻ്റെ ഡാഡി പറഞ്ഞാൽ ഈ കൺട്രിയിൽ കുറച്ച് റിച്ചാണ്. ഹീറോ ആറമ്മനായിട്ട് കൂടുതൽ റിച്ചാണ്. ഇപ്പോൾ ആറമ്മൻ്റെ അച്ഛനൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യുക? ആറമ്മൻ്റെ അച്ഛനൊക്കെ അമ്മയൊക്കെ ഒന്ന് സാഡാണ്. അവർ ബിസിനസ് പാർട്ട്ണർ അവരെ ചതിച്ചിട്ട് അവർ ബിസിനസ് എടുത്തിട്ട് അവർ പണം എടുത്ത് എസ്കേപ്പ് ആയിരുന്നു. അവർ ഭയങ്കര കഷ്ടത്തിലുണ്ടായിരുന്നു. ആറമ്മൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സാഡായിട്ടുണ്ടായിരുന്നു. ആറമ്മയുടെ അച്ഛന് ഭയങ്കര ടെൻഷനും വിഷമത്തിലുണ്ടായിരുന്നു. ആറമ്മ പറയായിരുന്നു, ഞാൻ ടീച്ചർ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഇതെടുക്കുക ഹീറോയിൻ്റെ അച്ഛനും വന്നു. അച്ഛനുണ്ടായിരുന്നു, ഹീറോയിനെ കാണാൻ വന്നതാണ്. ഇപ്പോൾ ആറമ്മ ഇവിടുന്ന് പോകുന്നത് കണ്ടായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പൾ സംസാരിക്കായിരുന്നു, എന്നോട് പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങനെ അങ്ങനെയിട്ട് ആറാമൻ്റെ അച്ഛന് കോൾ വന്നു, ഞാൻ സംസാരിക്കായിരുന്നു. ഹീറോയ്ക്ക് അതെല്ലാം കേട്ട ഷോക്കായിരുന്നു. ഇത് വിട്ട ശരിയില്ല. എന്താ പറ്റി പ്രിയ? അച്ഛൻ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ? കല്യാണം? അതെ പ്രിയ, ഞാൻ കല്യാണം കഴിക്കാം. അതൊക്കെ എനിക്കൊരാളെ കുറിച്ച് അവരെനിക്ക് കല്യാണം കഴിച്ചതെന്ന് ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. എന്താ പ്രിയ പറയുന്നു? ഹീറോ എല്ലാ കാര്യം പറയണം. അച്ഛൻ ശരി ഓക്കെ എന്ന് പറയുന്നു. പ്ലീസ് അച്ഛാ, ശരിടാ ഞാൻ ചെയ്യാം എന്ന് പറയുന്നു. കിം എന്ന് പറയുന്നു. കിം വെച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു നോക്കുമായിരുന്നു. നിങ്ങളാരാ? എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ത്യൻ CEO ആണ് എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ആറമ്മൻ്റെ അച്ഛനൊക്കെ അറിയുന്നു, എന്തായാലും CEO ആണല്ലേ. ഹീറോയുടെ അച്ഛൻ റിച്ചാണ് എന്നെ പറയണം. നിങ്ങളുടെ കമ്പനിക്ക് പാർട്ട്ണറായിട്ട് ഞാൻ വരാം. അത് പണം നിങ്ങൾ കഷ്ടപ്പെട് ഞാൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ മകനെ എൻ്റെ മകൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നു. അത് കേട്ട് ആറമ്മൻ്റെ അച്ഛൻ ഷോക്കായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യാം സാർ? പറഞ്ഞേക്ക് എൻ്റെ മകൾക്ക് ആറമ്മ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാം. അത് നിങ്ങൾ കഷ്ടപ്പെടുക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമാണ് പറഞ്ഞായിരുന്നു. ആറമ്മയുടെ അമ്മയോട് പോയിട്ട് ഞാൻ പറഞ്ഞു നോക്കാം. അമ്മയോട് പോയിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു നോക്കാം, അത് നിങ്ങൾ ഓക്കെ മാരേജ് കഴിക്കാം എന്ന് പറയുന്നു. ശരിയാണ്, എൻ്റെ കാർഡ് കോൾ ചെയ്ത് എനിക്ക് പറഞ്ഞു എന്നുവെച്ചാൽ ആറമ്മയുടെ അച്ഛനോട് കൊടുത്തായിരുന്നു. ആറമ്മൻ്റെ അച്ഛൻ വന്ന് വീട്ടിൽ പറയാൻ ആറമ്മയുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യുന്ന അറിയില്ല, പാവം അവർ ഒരു കഷ്ടമുണ്ടായിരുന്നു. ശരി വേറെ വഴിയില്ല എന്ന് പറയുന്നു. ആറമ്മയ്ക്ക് ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ ആറമ്മക്ക് ഇന്നസെൻ്റ് ആറമ്മക്ക് ഒന്നും അറിയില്ല. ഹീറോയിൻ ഇപ്പോൾ വേണ്ട വിട്ടുപോവാ എന്ന് പറയുമ്പോൾ ഹീറോയുടെ അച്ഛൻ നിറയെ ആറമ്മൻ്റെ അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയായിട്ട് ആറമ്മൻ്റെ അമ്മയ്ക്കും ഹീറോയിനെ കുറിച്ച് നോക്കുമ്പോൾ ഹീറോയിൻ നല്ല ഗേളാണ്, ക്യാരിങ്, നല്ല സ്വീറ്റിങ് ഗേൾ. ആ ഹീറോയിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. നന്നായിട്ട് ഹീറോയ്ക്കും എല്ലാം ഹീറോയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞു. ഹീറോയ്ക്ക് ഗ്രാജുവേറ്റ് നന്നായിട്ട് ഫുൾ പഠിച്ചു കഴിഞ്ഞു. ആറമ്മ പഠിച്ചുകൊണ്ടുള്ളതാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടാണ് ഹീറോയ്ക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞായിരുന്നു. ആറമ്മക്കും പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഇപ്പം ഹീറോയിൻ ആറാം കുടിച്ച് കിസ്റ്റാണ്. ആറാം പറയണം വീട്ടിൽ നിന്ന് ആറാം കൂടെ ഹീറോയിൻ റൊമാൻസ് എല്ലാം നടന്നായിരുന്നു. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത് ആറാം കൂടെ ഹീറോയിൻ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്തില്ല. ആറാം പറയണം അതൊന്നും എത്തില്ല. ഇനി ആറാം കൂടെ ഹീറോയിൻ റൊമാൻസ് ആയിട്ടാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹീറോയിൻ ട്രെയിനിങ് ഇല്ല. ഹീറോയ്ക്ക് പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ടാണ് ഇപ്പോൾ കമ്പനി ഹീറോയിനാണ് ചെയ്യും. ഇപ്പോൾ ആറമ്മ പഠിച്ചുകൊണ്ടുള്ളത് ഗ്രാജുവേറ്റ് എടുക്കാൻ പോകുന്നത്. ഹീറോയിൻ ആറാം കൂടെ ക്ലോസ് ആയിരുന്നായിരുന്നു. അങ്ങനെ എന്ത് നടക്കുന്ന ആറമ്മക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ആറമ്മ ഇപ്പോൾ കമ്പനി CEO ആയി. ഹീറോയിൻ കുറച്ച് ഡേയ്സ് ആകുമ്പോൾ ഹീറോയ്ക്ക് ഒരുമാതിരിയാണ്. ഹീറോയിൻ ചെക്ക് ചെയ്യുന്ന ഹീറോയിൻ പ്രഗ്നൻ്റാണ്. ഇത് കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആറമ്മയുടെ പറയാൻ ആറമ്മ കുറച്ച് ഇന്നസെൻ്റ് ആയിരുന്നു. ഹീറോയിൻ എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓഫീസിൽ കുറച്ച് റോഡ് മാറി കോൾഡ് CEO മാതിരി വീട്ടിൽ പറഞ്ഞാൽ ഇന്നസെൻ്റ്. ഹീറോയ്ക്കോട് ഇന്നസെൻ്റ് ആയിട്ടുണ്ടാവും, മറ്റവരോട് റോഡായിട്ടുണ്ടാവും. ഹീറോയിൻ ഹാപ്പിയായിട്ട് ആറമ്മനോട് പിന്നെ ആറം പ്രഗ്നൻ്റാണ് എന്നെ ഹീറോയിൻ ചേച്ചിട്ട് പറയാൻ ആറമ്മക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹാപ്പിയായിട്ട് എൻ്റെ റിയലാണോ അതെ എന്നെ പറയുന്നത്. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് നല്ല ക്യൂട്ടായിട്ട് ട്വിൻസ് ബേബി ജനിച്ചിരുന്നു. ഒരു ബോയ് ബേബി, ഒരു ഗേൾ ബേബി. ഭയങ്കര ഹാപ്പിയായിരുന്നു. അതെ ബോയ് രണ്ട് ഹീറോയിന്മാർ ആറാമത് ബോയ് ബേബി. ഒരു ഹീറോയിൻ എനിക്ക് റൂഡായിട്ട് ഉള്ളതാണ് ബോയ് ബേബി. ആറാമന് മാത്രം ഉറച്ചു വെച്ച് ഗേൾ ബേബി പറഞ്ഞാൽ അത് ഹീറോയിൻ എനിക്കുള്ളതാണ്. അത് പറഞ്ഞ ആറാമൻ്റെ ക്യാരക്ടറാണ് ഉള്ളത്. ആറാമന് മതിയാണ്, ക്യൂട്ട് ഇന്നസെൻറ്റ് മതി. ഹീറോയിൻ കുറച്ച് റോഡുണ്ടാവും, വീട്ടിൽ വന്നാൽ ഇന്നസെൻറ്റ് മതി. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട്